ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും സിയോൺ ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായി കാറ്റഗറി 1-2 വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ക്ലാസ്സുകൾ നമ്മളുടെ ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷ് വിഭാഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് എന്ന ഭാഷ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് നോർമൽ കൂടുതൽ ആൾക്കാരും എക്സാമിന് സെലക്ട് ചെയ്യുക. ആ നിലയിൽ ഇംഗ്ലീഷ് എന്ന വിഷയത്തിൽ നിന്നും 30 മാർക്കിനാണ് സാധാരണയായി ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. നമ്മൾ സൈക്കോളജിക്ക് ക്ലാസ്സുകൾ ചെയ്തതുപോലെ തന്നെ എല്ലാ വിഷയങ്ങൾക്കും സെയിം മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുക. ഇവിടെയും ഇംഗ്ലീഷ് എന്ന വിഷയത്തിൻ്റെ സിലബസ് ഉൾപ്പെട്ടിരിക്കുന്നത് ഏകദേശം 14 വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ്. അതിൽ ആദ്യം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോൺകോഡാണ്. അതൊരു എഗ്രിമെൻ്റ് ആണ്. അതെന്താണെന്ന് കാണുന്നു, അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻ ടാഗ് കാണുന്നു. ആ ഒരു രീതിയിലാണ് പോവുക. പിന്നീട് നമ്മൾ ചെയ്യുന്നത് പോലെ ചോദ്യങ്ങൾ കാണുന്നു. അപ്പം ഇംഗ്ലീഷ് സിലബസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലാംഗ്വേജ് ആണത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കേണ്ടതാണ്. അത് പ്രത്യേകം ഓർമ്മിക്കുക. നിങ്ങൾ ആദ്യമായാണ് സിയോൺ ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ പങ്കെടുക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുമല്ലോ. കാണുന്ന വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് നൽകുവാനും ശ്രദ്ധിക്കണം. എല്ലാവിധ നോട്ടിഫിക്കേഷനുകളും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കേണ്ടതിന് ബെൽ ബട്ടൺ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലേക്ക് അത് മാറ്റിയിടുവാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാണുന്നത്. ഇംഗ്ലീഷ് വിഷയത്തിൻ്റെ പാർട്ട് 1 വീഡിയോയാണിത്. അപ്പം ലാംഗ്വേജ് ആണ് എന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പം ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ആൻഡ് അൺഫെമിലിയർ പാസേജ് ഓർ പോയം വിത്ത് ക്വസ്റ്റ്യൻ ഓൺ റിഗാർഡിംഗ് കോംപ്രിഹെൻഷൻ, ഇൻഫ്ലുവൻസ് വൊക്കാബുലറി ആൻഡ് ലാംഗ്വേജ് എലമെൻറ്റ്സ്. നമുക്കറിയാം, ഇംഗ്ലീഷ് ഭാഷയിൽ ചോദ്യത്തിൻ്റെ മെത്തേഡ് അനുസരിച്ച് ആദ്യം നമുക്ക് സാധാരണ രീതിയിൽ ഒരു പാസേജോ പോയമോ തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. അപ്പം അതൊരു ലാംഗ്വേജ് കോംപ്രിഹെൻഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതിനെ 14 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ശേഷം സെക്കൻഡ് പാർട്ടിൽ ആ ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉള്ളടക്കം എന്ന് പറയുന്നത് കോൺകോഡാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, കോൺകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എഗ്രിമെൻ്റ് ആണ്. ദ എഗ്രിമെൻ്റ് ഓഫ് നമ്പർ ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് വെർബ്. കോൺകോഡ് എന്ന് പറഞ്ഞാൽ ദ എഗ്രിമെൻ്റ് ഓഫ് നമ്പർ ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് വെർബ്. വി യൂഷ്വലി മീൻ കോൺകോഡ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ കോൺകോഡ് എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കും, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ്, അതായത് കർത്താവ് ഏകവചനമാണെങ്കിൽ ക്രിയയും, ഏകവചന ക്രിയയും കർത്താവ് ബഹുവചനമാണെങ്കിൽ ക്രിയയും ബഹുവചന ക്രിയയുമായിരിക്കും. എ സിംഗുലർ സബ്ജക്റ്റ് റിക്വയർസ് എ സിംഗുലർ വെർബ് ആൻഡ് എ പ്ലൂറൽ സബ്ജക്റ്റ് റിക്വയർസ് എ പ്ലൂറൽ വെർബ്. അപ്പം ഇതൊരു സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. കോൺകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. ദ ഫോളോയിങ് സെൻറ്റൻസസ് ഇല്ലുസ്ട്രേറ്റ് ദിസ് പോയിൻ്റ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഹീ ഈസ് എ ഡോക്ടർ. ഹീ ഈസ് എ ഡോക്ടർ അതൊരു സെൻറ്റൻസ് ആണ്. അപ്പം അതിനകത്ത് വന്നിരിക്കുന്ന സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ഹീ. അപ്പം അവിടെ എന്താണ്, സിംഗുലർ വെർബായിരിക്കും വരിക. അവിടുത്തെ വെർബ് ഈസ് ആണ്, അത് സിംഗുലർ വെർബാണ്. അവിടെ ഒരു സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ് നടക്കുന്നത്. അതൊരു ഉദാഹരണമാണ്. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഹിസ്
ഫ്രണ്ട്സ് ആർ ഡോക്ടേഴ്സ്. ഹിസ് ഫ്രണ്ട്സ് ആർ ഡോക്ടേഴ്സ്. ഇവിടെ നമുക്കറിയാം സബ്ജക്റ്റ് പ്ലൂരലാണ്, ഹിസ് ഫ്രണ്ട്സ്. അതാണ് അവിടുത്തെ സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വെർബ് വന്നിരിക്കുന്നതും പ്ലൂരലാണ്, വെർബ് ആറാണ്. ഓക്കെ, അപ്പം ആ ഒരു എഗ്രിമെൻ്റ് ആണ് എന്ത് ഈ കോൺകോർഡ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ്. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർബും പ്ലൂരൽ ആയിരിക്കും. അതാണ് കോൺകോർഡ് എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടി വിശദമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞാൽ സബ്ജക്റ്റിനനുസരിച്ച് ഓക്സിലറീസും വെർബുകളും സിംഗുലർ വെർബ് ആൻഡ് പ്ലൂറൽ വെർബ് എന്ന ക്രമത്തിൽ പോവുകയാണ്. അതൊരു ഓക്സിലറിയുടെ കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് സഹായക ക്രിയകളാണ്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതൊരു ടേബിളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുത്ത് കാണാതെ പഠിക്കുക. ഇനി സബ്ജക്റ്റ് ഐ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ വെർബ് പ്രസൻറ്റ് ടെൻസിൽ ആം ഓർ ഹാവ് ആയിരിക്കും. ഇനി അതൊരു വെർബ് പാസ്റ്റ് ടെൻസിലേക്ക് മാറുമ്പോൾ അവിടെ ഹാഡ് ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വി ആണെങ്കിലോ, സബ്ജക്റ്റ് വി ആണെങ്കിലോ വെർബ് പ്രസൻറ്റ് ടെൻസിൽ ആർ ഓർ ഹാവ്, വെർബ് ഇൻ പാസ്റ്റ് വേർ ഓർ ഹാഡ്. സബ്ജക്റ്റ് യു ആണെങ്കിലോ വെർബ് ഇൻ പ്രസൻറ്റ് ആർ ഓർ ഹാവ്, വെർബ് ഇൻ പാസ്റ്റ് വേർ ഓർ ഹാഡ്. യു ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി ഹി ആണെങ്കിലോ, ഹി ആണെങ്കിൽ വെർബ് ഇൻ പ്രസൻറ്റ് ഈസ് ഓർ ഹാസ്, വെർബ് ഇൻ പാസ്റ്റ് വാസ് ഓർ ഹാഡ്. ഷീ ആണെങ്കിൽ വെർബ് ഇൻ പ്രസൻറ്റ് ഈസ് ഓർ ഹാസ്, വെർബ് ഇൻ പാസ്റ്റ് വാസ് ഓർ ഹാഡ്. സബ്ജക്റ്റ് ഇറ്റ് ആണെങ്കിൽ വെർബ് ഇൻ പ്രസൻറ്റ് ഈസ് ഓർ ഹാസ്, വെർബ് ഇൻ പാസ്റ്റ് വാസ് ഓർ ഹാഡ്. ഹി, ഷീ, ഇറ്റ്. നമുക്കറിയാം തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. സിംഗുലർ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി, ഷീ, ഇറ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ദേ എന്നുള്ള സബ്ജക്റ്റ് പ്ലൂരലാണ്. അവിടെ വെർബ് ഇൻ പ്രസൻറ്റ് വരുന്നത് ആർ ഓർ ഹാവ്, വെർബ് ഇൻ പാസ്റ്റ് വേർ ഓർ ഹാഡ്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് ഉപയോഗിക്കുന്നു, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നു. When a singular subject and a plural subject are joined, the verb agrees with the first one. With, together with, along with, altogether with, as well as, rather than, more than anyone else, including, excluding, like, unlike, but, except, and not, unlike, besides, in the company of, accompanied by, etc. ഈ കോൺകോർഡിൽ നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരേ ആശയം നൽകുന്ന രണ്ട് സബ്ജക്ട്സുകൾ വന്നാൽ സെൻറ്റൻസ് സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഓക്കെ, ഒരേ ആശയം നൽകുന്ന രണ്ട് സബ്ജക്ട്സുകൾ വന്നാൽ സെൻറ്റൻസ് സിംഗുലർ വെർബിലായിരിക്കണം ഉപയോഗിക്കുക. ഒരേ ആശയം അല്ലെങ്കിൽ പ്ലൂരൽ വെർബും ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഹിസ് ഫേവറേറ്റ് ഫുഡ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഹിസ് ഫേവറേറ്റ് ഫുഡ്. ഇവിടെ ബ്രെഡ് ആൻഡ് ബട്ടർ ഓക്കെ ഒരേ ആശയമാണ്. ഈസ് ഹിസ് ഫേവറേറ്റ് ഫുഡ്, അവിടെ സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൺ മോർ എക്സാമ്പിൾ, ഓയിൽ ആൻഡ് വാട്ടർ ആർ നോട്ട് യൂസ്ഡ് ടുഗെദർ. ഓയിൽ ആൻഡ് വാട്ടർ ആർ നോട്ട് യൂസ്ഡ് ടുഗെദർ. ഇവിടെ നമ്മൾ നോക്കിക്കേ, ഓയിൽ ആൻഡ് വാട്ടർ എന്ന സബ്ജക്ട്സ് സിംഗുലർ ഐഡിയ അല്ല അത്. ഓക്കെ, അപ്പോൾ അവിടെ വെർബ് ഉപയോഗിച്ചിരിക്കുന്നത് ആറാണ്, പ്ലൂരലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ മെൻ്റൽ എബിലിറ്റി ആൻഡ് ദ ഫിസിക്കൽ കണ്ടീഷൻ ആർ ദ വിന്നിങ് ഫാക്ടേഴ്സ്. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം ഇതൊരു നൗണിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. നൗൺ എന്ന് പറഞ്ഞാൽ നാമങ്ങളാണ്. സം ഓഫ് ദി നൗൺസ് ആർ ഓൾവേസ് കൺസിഡേർഡ് ആസ് സിംഗുലർ ആൻഡ് ടേക്ക് എ സിംഗുലർ വെർബ്. അതായത് ചില നാമങ്ങൾ നമ്മളെപ്പോഴും സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വെർബ് എന്തായിരിക്കും? വെർബും സിംഗുലർ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ വെർബും സിംഗുലർ ആയിരിക്കും. അങ്ങനെയുള്ള ചില നാമങ്ങൾക്ക് അല്ലെങ്കിൽ ചില നൗൺസിന് ഉദാഹരണങ്ങൾ ഞാനിപ്പോൾ പറയുകയാണ്. ഫർണിച്ചർ, ഫ്യൂവൽ, ബിസിനസ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ്, എത്തിക്സ്,
സിവിക്സ്, ഫോണറ്റിക്സ്, ജനറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, ലിംഗ്വിസ്റ്റിക്സ്, അങ്ങനെ ഉദാഹരണങ്ങൾ ഒത്തിരിയേറെയുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അതായത് സം ഓഫ് ദി നൗൺസ് ആർ കൺസിഡേർഡ് ആസ് പ്ലൂറൽ ആൻഡ് ടേക്ക് എ പ്ലൂറൽ വെർബ്. ഇപ്പോൾ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ചില നൗണുകൾ പ്ലൂറലായിട്ട് കണക്കാക്കുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, പോലീസ്, കാറ്റിൽ, വർമിങ്, പീപ്പിൾ, ജീൻസ്, ടോങ്സ്, പില്ലേഴ്സ്. അപ്പോൾ അങ്ങനെ കുറേ ഇതുണ്ട്. സിസേഴ്സ്, സ്റ്റെയർസ്. ഓക്കെ, അങ്ങനെയുള്ള ഇതെല്ലാം എന്താണ്? പ്ലൂരൽ നൗൺസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും വെർബ് എന്തായിരിക്കും? പ്ലൂരലായിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അടുത്തതായിട്ട് ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പം എഗ്രിമെൻ്റ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ കാണുന്നത് ക്വസ്റ്റ്യൻ ടാഗാണ്. ക്വസ്റ്റ്യൻ ടാഗ് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട് ക്വസ്റ്റ്യൻസ് ആണ്, ചോദ്യങ്ങളാണ്. ഓൾ പോസിറ്റീവ് സെൻറ്റൻസസ് ആർ യൂസ്ഡ് വിത്ത് എ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഓൾ നെഗറ്റീവ് സെൻറ്റൻസസ് ആർ യൂസ്ഡ് വിത്ത് എ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിനകത്ത് ആദ്യം പഠിക്കേണ്ട കാര്യം. അതായത് ഒരു പോസിറ്റീവ് സെൻറ്റൻസിലുള്ള ചോദ്യമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വെച്ചായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിലോ അവിടെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് മൈ എൽഡർ ബ്രദർ. ഹീ ഈസ് മൈ എൽഡർ ബ്രദർ. അതെന്താണ്? അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ് ഉപയോഗിക്കുക. ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഈസ് ഇൻറ്റ് ഹിയർ, ഈസ് ഇൻറ്റ് ഹീ. ഓക്കെ, ഈസ് നോട്ട് ഹീ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചോദിക്കുക. ഇനി ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി നമ്മൾ മറ്റൊരു നെഗറ്റീവ് സെൻറ്റൻസ് എടുത്താൽ, ഐ ആം നോട്ട് ലേറ്റ് ടുഡേ. ഐ ആം നോട്ട് ലേറ്റ് ടുഡേ. അതെന്താണ്? അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അവിടെ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കണം ഉപയോഗിക്കുക. അപ്പോൾ അതെങ്ങനെ വരും? ആമായി, ആമായി. ഓക്കെ, ആ രണ്ട് ഡിഫറൻസ് പ്രത്യേകം പഠിച്ചു വയ്ക്കേണ്ടതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു അടുത്ത കാര്യം, ഇഫ് ദ സബ്ജക്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ഫ്യൂ, ഫ്യൂ, the few, someone, somebody, no one, nobody, none, none of them, everybody, each and anyone, all of them, either of them, etc. will be changed into they in the question tag. Okay, അപ്പോൾ ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ, സംവൺ, സംബഡി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഏതായിട്ട് ഉപയോഗിക്കണം? ദേ ആയിട്ട് ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഗീവ് എ സെൻറ്റൻസ്. എ ഫ്യൂ സ്റ്റുഡൻസ് ഹാവ് റിട്ടൺ ദ മോഡൽ എക്സാം. അതൊരു സെൻറ്റൻസ് ആണ്. എ ഫ്യൂ സ്റ്റുഡൻസ് ഹാവ് റിട്ടൺ ദ മോഡൽ എക്സാം. അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് ദേ ആയിരിക്കണം. ഇവിടെയും ശ്രദ്ധിക്കണം, ഇവിടെ പോസിറ്റീവ് സെൻറ്റൻസ് ആണ് വന്നിരിക്കുന്നത്. നെഗറ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ ചോദ്യം എങ്ങനെ വരും? ഹാവൻറ്റ് ദേ, ഹാവ് നോട്ട് ദേ, ഹാവ് നോട്ട് ദേ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ടാഗിനകത്ത് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ടാഗ്സ് ഉണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓപ്പൺ ദി ഡോർ, ഓപ്പൺ ദി ഡോർ. വിൽ യു? ലെറ്റ് us go now, shall we? Let me use your mobile, shall I? They have no books, do they? We have a sunny day, don't we? I used to play football, didn't I? They need to go there, need they? Have another cup of tea, will you? Make it fast, can't you? ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇന്ന് നമ്മൾ അവസാനമായിട്ട് കാണാൻ പോകുന്ന ഒരു കാര്യമാണ് ആർട്ടിക്കിൾസ്. ഓക്കെ, ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേട്ടറ്റ് എക്സാം എന്ന് പഠിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആർട്ടിക്കിൾസ്. ഓക്കെ, ആർട്ടിക്കിൾസ്. ആസ് വി നോ ദാറ്റ് ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾസ്, എ ആൻഡ് ദി. ഓക്കെ, അതിനെ നമ്മൾ രണ്ട് ഗണങ്ങളായിട്ടാണ് സാധാരണ തിരിക്കാറുള്ളത്. അത് ഒന്ന് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും മറ്റൊന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിളും. എയും ആനും ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്.
അപ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദ പ്രൊനൗൺസിയേഷൻ രണ്ട് രീതിയിലാണ് അവിടെ വരിക, ദ ആൻഡ് ദി. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. നമ്മൾ പറഞ്ഞു എ ആൻഡ് ദ, ദി. അപ്പം ഇത് മൂന്നുമാണ് എന്ത് ആർട്ടിക്കിൾസ് ആയിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ കണ്ടുവരിക. അപ്പം എ ആൻഡ് എന്നുള്ളത് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. എ ഈസ് യൂസ്ഡ് ബിഫോർ. അപ്പോൾ എയും ആനുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. എ ഉപയോഗിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് ഇനി പറയുക. എ ഈസ് യൂസ്ഡ് ബിഫോർ എ വേർഡ് ബിഗിനിങ് വിത്ത് എ കോൺസണൻറ്റ് ഓർ എ വവൽ വിത്ത് എ കോൺസണൻറ്റ് സൗണ്ട്. അതായത് എ എന്ന ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺസണൻറ്റ് അല്ലെങ്കിൽ വവൽ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് വരുന്ന സെൻറ്റൻസുകളിലാണ് അല്ലെങ്കിൽ വാക്കുകൾക്ക് മുമ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എ മാൻ, എ ബോയ്, എ ഹാറ്റ്. നമുക്ക് വവൽ സൗണ്ടും കോൺസണൻറ്റ് സൗണ്ടും ഉണ്ടെന്നുള്ള കാര്യം അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എ ഉപയോഗിക്കുന്ന മറ്റ് ചില വേർഡുകൾ അല്ലെങ്കിൽ എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ചില വേർഡ്സിന് മുമ്പ് ഏത് വാക്കുകൾക്ക് മുമ്പാണ് എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരാം. യൂണിയൻ, യൂണിവേഴ്സിറ്റി, യൂണിഫോം, യൂസ്ഫുൾ, യൂട്ടിലിറ്റി, യൂണിക്കോൺ, യൂണിവേഴ്സൽ, യൂറോപ്യൻ, യൂറോപ്പ്, യാർഡ്, യങ്, യെല്ലോ, ഉറ്റോപ്യ, ഇയർ, എക്സിട്ര. ഈ വാക്കുകൾക്കൊപ്പം നമ്മൾ സാധാരണ എ എന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു ആൻ ഈസ് യൂസ്ഡ് ബിഫോർ വേർഡ്സ് ബിഗിനിങ് വിത്ത് എ വവൽ സൗണ്ട്. ഓക്കെ, എ ഉപയോഗിക്കുന്നത് വവലിലാണെങ്കിലും ഒരു കോൺസണൻറ്റ് സൗണ്ടിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ ആൻ ഉപയോഗിക്കുന്നത് എ, ഇ, ഐ, ഒ, യു എന്നുള്ളവയാണ് വവൽ സൗണ്ടായിട്ട് നമ്മൾ കണക്കാക്കുക. ഈ സൗണ്ടുകൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡുകൾക്കൊപ്പമാണ് ആൻ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ആൻ ഐസ്ക്രീം, ആൻ ഓറഞ്ച് ഗാർഡൻ, ആൻ അയൺ ബോക്സ്. അതുപോലെ തന്നെ നമുക്ക് പറയാം ആൻ ഈസ് യൂസ്ഡ് ബിഫോർ ഇൻഡിവിജ്വൽ ലെറ്റേഴ്സ് സ്പോക്കൺ വിത്ത് എ വവൽ സൗണ്ട്. ഫോർ എക്സാമ്പിൾ, ആൻ എം പി, ആൻ എം എൽ എ, ആൻ എൽ പ്ലേറ്റ്, എക്സിട്ര. എ എന്ന ആർട്ടിക്കിൾക്ക് പറഞ്ഞതുപോലെ ഇവിടെ ആൻ എന്നുള്ള ആർട്ടിക്കിളിനും കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ആക്ടർ, ആക്ട്രസ്, ഒനിയൻ, അങ്കിൾ, ഐലൻഡ്, ആപ്പിൾ, എഗ്, എലിഫൻറ്റ്, ഇങ്ക് പോട്ട്, ഇഞ്ച്, എക്സിട്ര. അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പം അത് ഓർത്ത് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അവസാനമായിട്ട് പറഞ്ഞ ആർട്ടിക്കിളാണ്, അതായത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ദ. അപ്പം ഇവിടെ ശ്രദ്ധിക്കണം, ദ എന്നും ദി എന്നും നമ്മൾ നോർമലി പ്രൊനൗൺസ് ചെയ്യാറുണ്ട് ആർട്ടിക്കിളിൻ്റെ കാര്യം വരുമ്പോൾ. ഇവിടെ when the object or group of objects is considered to be unique. Okay, for example, the earth, the sun, the sky, etc. Okay, before a noun which represents a whole class. For example, the dog is a faithful animal, the camel is the ship of the desert. ഓക്കെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. ദി എന്നും ദ എന്നും നമ്മൾ പ്രൊനൗൺസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബിഫോർ നെയിംസ് ഓഫ് സീസ്, റിവേഴ്സ്, ചെയിൻസ് ഓഫ് മൗണ്ടെയിൻസ്, ഐലൻഡ്സ്, ഓഷ്യൻസ്, ഡെസേർട്ട്, ക്യാനൽസ്, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻ, എക്സിട്ര. അങ്ങനെ ഉള്ള ചില കാര്യങ്ങൾക്ക് മുമ്പ് നമ്മൾ നോർമലി ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിക്കാറുള്ളത്. ദ ബൈബിൾ, ദ ഗിത്താർ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ മലയാള മനോരമ. ഓക്കെ, അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ബാങ്ക്, ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുമ്പും ഇതാണ് ഉപയോഗിക്കുന്നത്. ദ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ആർട്ടിക്കിൾസിനകത്താണ് വരുന്നത്. എപ്പോഴാണ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാത്തത്, ആ കാര്യം കൂടി നമ്മൾ ഇതിനൊപ്പം പഠിച്ചു പോകണം. വേർ ആർട്ടിക്കിൾസ് ആർ നോട്ട് യൂസ്ഡ്. ആർട്ടിക്കിൾസ് ആർ നോട്ട് നോർമലി യൂസ്ഡ് ബിഫോർ പ്രോപ്പർ നെയിംസ്. അതായത് പ്രോപ്പർ നെയിം രമേശ് അല്ലെങ്കിൽ അമൽ അങ്ങനെയുള്ള ഇതിനു മുമ്പ് എന്ത് ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കാറില്ല. ഡോണ്ട് യൂസ്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബിഫോർ മറ്റീരിയൽ നൗൺസ്.
എക്സാമ്പിൾ സിൽവർ ഈസ് എ പ്രീഷ്യസ് മെറ്റൽ, അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ. ഇതിനൊക്കെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യരുത്? ഡോണ്ട് യൂസ് ദ ആർട്ടിക്കിൾസ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പഠിച്ച 2 കാര്യങ്ങളാണ് നമ്മുടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റും ക്വസ്റ്റ്യൻ ടാഗും ആർട്ടിക്കിൾസും. അപ്പോൾ ഇത് 3ഉം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കൂടുതലായിട്ട് സംശയ നിവാരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനുകൾ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലേക്ക് മാറ്റിയിടുവാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു.